അപ്പോൾ കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള രഥസംഗമമാണ് ഇന്ന് നടക്കുന്നത്. വിശാലാക്ഷി സമേന വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിൽ വൈകുന്നേരം 6 മണിയോടെ ദേവരഥങ്ങൾ മുഖാമുഖം എത്തുന്നതോടെ കൽപ്പാത്തി ദേവരഥ സംഗമമാകും. രഥസംഗമം കാണാൻ ആയിരങ്ങളാണ് കൽപ്പാത്തിയിൽ എത്തിച്ചേരുക. യെസ്, അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നേരെ പോകാം കൽപ്പാത്തിയിലേക്ക് അല്ലെ. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സാജിദ്, അങ്ങനെ പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം എത്രയോ രഥോത്സവം കണ്ട ആളാണ്. മാത്രമല്ല അത് വളരെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്, ഒരുപാട് ആളുകളൊക്കെ എത്തുന്നു. അങ്ങനെ സാജിദ് ഒരിക്കൽ കൂടി ആ കാഴ്ചയ്ക്ക് ദൃക്സാക്ഷിയാവാൻ പോവുകയാണ്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഒരുപാട് ആളുകളൊക്കെ എത്തിച്ചേരുന്നുണ്ടോ? ജിൽസി, നൗഫൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ്, അതായത് ബൈ ഇലക്ഷന്റെ കാലത്തായിരുന്നു രഥോത്സവം വന്നത്. അന്ന് ജിൽസി രഥോത്സവം കാണാനായി എത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 1 വർഷം കഴിഞ്ഞു, ഇതുവരെ എത്തിയിട്ടില്ല. എന്തായാലും രഥോത്സവം അങ്ങനെ ഇന്ന് രഥസംഗമം നടക്കാൻ പോകുകയാണ്. എന്നോടൊപ്പം ഒരു വിശിഷ്ടാതിഥിയുണ്ട്. സിനിമാ താരം ഷാജു ആണ് ഉള്ളത്. ഇപ്പോൾ പാലക്കാട്ടുകാരനാണ്. എല്ലാ രഥോത്സവത്തിനും എല്ലാ വർഷവും വരാറുണ്ടോ? എന്നും ഞാൻ പാലക്കാട്ടുകാരൻ തന്നെയാണ്. എല്ലാ വർഷവും ഇല്ല, ഞങ്ങൾ രഥോത്സവം കഴിഞ്ഞിട്ടുള്ളൊരു 10 ദിവസമുണ്ട്. ആ 10 ദിവസം നമ്മൾ ഇവിടെ ഉണ്ടാവും. എന്നുവെച്ചാൽ ഇവിടുത്തെ കച്ചവടങ്ങളും ഇപ്പോൾ ഉള്ള എല്ലാം ഉണ്ടാവും. ആൾക്കാർ കുറവായിരിക്കും, അമ്പലങ്ങളിൽ തൊഴാനും കളർഫുള്ളായിരിക്കും. നൈറ്റ് മാത്രം അങ്ങനെ വരാറുണ്ട്. ഉത്സവത്തിനായിട്ട് ഈ തിരക്കിനിടയിൽ ആദ്യമായിട്ടാണ് ഒന്ന് തൊഴാൻ വേണ്ടി പറ്റില്ല ഇങ്ങോട്ട്. അതാണ് തിരക്ക് കൊണ്ടാണ്. അയ്യോ, വലിയ തിരക്കാണ്. പക്ഷെ നമ്മള് മൊത്തം നമുക്കിവിടെ ഒരു ഉത്സവം ആഘോഷമാണ് ശരിക്കും കൽപ്പാത്തി. ഇവിടുന്ന് വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാക്സിമം, 4-5 കിലോമീറ്റർ. ഭയങ്കര ഒരു വൈബാണല്ലേ? ഭയങ്കര വൈബാണ്. ഇപ്പോൾ വരുമ്പോഴേ നമ്മളത് മനസ്സിലാവുന്നത്. നമുക്ക് പിന്നെ ഒരു പരിമിതി ഉണ്ടാവും. അപ്പം അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഈ വൈകുന്നേരം ഇറങ്ങാൻ പറ്റില്ല. വൈകുന്നേരം ഇങ്ങനെ നമ്മുടെ നാട്ടിലാണെന്നുള്ളൊരു അഭിമാനം മാത്രം. അത് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ഈ ചെറുപ്പത്തിലൊക്കെ വന്ന അങ്ങനെ ഓർമ്മകളുണ്ടോ? വന്നിട്ടുണ്ട്, വളരെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിനകത്ത് ഈ തിരക്കിനിടയിൽ നമ്മൾ പരസ്പരം ആളുകളെ കാണുക എന്നല്ലാതെ ഒരിക്കലും തേരിലേക്ക് നോക്കും. തേര് ഹൈറ്റിലായതുകൊണ്ട് തേര് കാണാം, അല്ലാതെ ഒരു തരി പോലും സ്ഥലം ബാക്കി ഇറങ്ങാനുള്ള ഒരു ധൈര്യമില്ല. ഇവിടെ ഈ സ്പേസ് ഉണ്ടാവില്ല. അതാണ്. അങ്ങനെ ആളുകൾ പരസ്പരം ഒരു ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല, അത്രയും ഒരു ശ്വാസം മുട്ടിപ്പോകും. അതെ. അയ്യോ, ഇങ്ങനെയുള്ള ഉത്സവങ്ങൾക്ക് ഒരിക്കലും ഗ്യാപ്പില്ലാതെ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും വീണ്ടും വേറെ മാറി നിൽക്കേണ്ട അവസ്ഥയാണ്. എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ആളുകൾ ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് ഇതാവുകയും ചെയ്യുന്നത്. നമ്മളെ വേർതിരിക്കുന്ന പൊതുവെ എനിക്ക് തോന്നുന്നു മറ്റുള്ള ജാതി വർഗീയ രാഷ്ട്രീയങ്ങളും ഒക്കെയാണ് നമ്മൾ വേർതിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഇതുപോലുള്ള ഉത്സവങ്ങൾ എല്ലായിടത്തും എപ്പോഴും സജീവമായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഈ രഥോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി അതാണെന്ന് തോന്നുന്നു. അതായത് ഈ 101 വർഷം മുമ്പ് ഇവിടെ ഒരു കൽപ്പാത്തി ലഹള നടന്നിരുന്നു. അത് ഇവിടെ ഈ താഴ്ന്ന ജാതിക്കാർക്ക് ഇതിലൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഉള്ളൊരു ആഘോഷം കൂടിയായി മാറി. അതെ, ഇപ്പം ആക്ച്വലി ഒരു രഥോത്സവം മാത്രമാണ്, അതിനകത്ത് ജാതിയോ മതമോ ഇല്ല. ഇത് നടക്കുന്ന പാലക്കാടിൻ്റെ ഒരു ഉത്സവമാണ് പാലക്കാട് ഏറ്റവും വലിയ ഉത്സവം. ഈ തെരഞ്ഞെടുപ്പ് കൂടിയാണല്ലോ. അപ്പോൾ വോട്ട് എവിടെയാണ്? നഗരസഭയിലാണോ വരുന്നത്, പുതുപ്പരിയാരത്തോ? വോട്ട് ഞാൻ പഞ്ചായത്തിലാണ്. ഞാൻ പുതുപ്പരിയാരം പഞ്ചായത്തിലാണ്. എങ്ങനെയുണ്ട് മൊത്തം ഒരു വൈബ്? പിന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഒരു രഥോത്സവം തുടങ്ങിയ ഒരു 10 ദിവസം ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ആയിരിക്കും. വൈകുന്നേരങ്ങളായി ഇറങ്ങും. പിന്നെ ഞങ്ങൾ ലേഡീസ് സംബന്ധിച്ച് കുഞ്ഞു ഷോപ്പിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ രഥോത്സവത്തിൽ വരും. അപ്പോൾ അത് കാണാനും വാങ്ങാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആഘോഷമായിരിക്കും. എന്തായാലും രാവിലെ കണ്ടങ്ങ് മടങ്ങുകയാണ്. ഇനി തിരിച്ച് വീട്ടിലേക്ക്. സന്തോഷം. ഓക്കെ, എന്തായാലും അദ്ദേഹവും കുടുംബവും മടങ്ങുന്നു. ഇതുപോലെ ഇനി വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങുക എന്ന് തന്നെ വലിയ പ്രയാസമാണ്. കാരണം ശ്വാസം വിട്ടു. നമുക്ക് അഗ്രഹാര വീതികളാണ് 2 സൈഡിലും. ഈ ഭാഗത്ത് ഈ കടകളുള്ള ഒരു സ്ഥലമാണ്. ആ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ്. ഇവിടെ തേരുമുട്ടി എന്നാണ് ഇത് അറിയപ്പെടുക. അതായത് ഈ 10 ദിവസമാണ് ഈ രഥോത്സവം നടക്കുക. അതിൽ അവസാന 3 ദിവസമാണ് ഈ രഥങ്ങൾ പ്രയാണം നടത്തുക. ആ പ്രയാണം നടത്തുന്ന എല്ലാ രഥങ്ങളും ഈ അവസാന ദിവസം ഇന്ന് വൈകുന്നേരം ഒരു 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് ഇവിടെ വന്ന് സംഗമിക്കും. ആ സംഗമമാണ് ഈ രഥസംഗമം എന്ന് അറിയപ്പെടുന്നത്. അവിടെ അത് കാണാനാണ് 10,000-കണക്കിന് മനുഷ്യർ ഒന്നിച്ച് കൂടുക. അതിലേക്ക് ഈ താഴെ ഇറങ്ങി നിന്ന് കാണുക എന്നുള്ളതെല്ലാം തന്നെ വലിയ ഒരു സാഹസം തന്നെയാണ്. ഈ ആളുകൾ ഈ
ഈ രഥങ്ങൾ വലിക്കും. നമുക്ക് ഈ കാണുന്നത് പോലെ ഈ 6 ഈ ദേവന്മാരെയാണ് ഈ രഥങ്ങളിൽ, വ്യത്യസ്ത രഥങ്ങളിൽ ഈ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് ഈ എല്ലാ അഗ്രഹാര വീഥികളും കറങ്ങി അവസാനം ഈ 3 ദിവസം പ്രയാണം നടത്തി അവസാനം ഈ തേരുമുട്ടിയിൽ വന്ന് സംഗമിക്കുക. അത് കാണാനാണ് ആ രഥങ്ങൾ, 6 രഥങ്ങൾ ഒന്നിച്ച് കൂടുന്ന സംഗമം കാണാൻ വേണ്ടിയാണ് ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ഇത് ഈ പ്രധാന ക്ഷേത്രത്തിൻ്റെ, വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഈ രഥമാണ് കാണുന്നത്. ഇതേപോലെ ഓരോ ക്ഷേത്രങ്ങളും രഥങ്ങൾ അലങ്കരിച്ച് കൊണ്ടുപോകും. ഇന്ന് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നാളെ ഈ രഥങ്ങൾ അഴിച്ചു വെച്ച് അത് അടുത്ത വർഷത്തേക്കുള്ളൊരു കാത്തിരിപ്പായിട്ടാണ് ഈ രഥ ഉത്സവത്തിനുള്ളൊരു കാത്തിരിപ്പാണ് പിന്നീട് ഉണ്ടാകുന്നത്.